ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദു മാലമോഷണ കേസൊക്കെ തെളിയിക്കണമെന്ന് തുഷാരയുടെ അടുത്ത് പറയുമ്പോൾ തുഷാര പറയുകയാണ്, ആദ്യം ഇവിടുത്തെ കടമ്പ എങ്ങനെ കിടക്കുമെന്ന് ആലോചിക്കുക, അതിനുശേഷം നമുക്ക് മാലമോഷണമൊക്കെ തെളിയിക്കാമെന്ന്. അതിനുശേഷം നന്ദുവിൻ്റെ അടുത്ത് തുഷാര പറയുന്നുണ്ടായിരുന്നു, നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലല്ലോ, ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ദിവസത്തെ പരിചയമാണെങ്കിലും ഞാൻ നിന്നെ ശ്രദ്ധിക്കാറുണ്ട്. അനി മാത്രമല്ല നിന്നെ സ്നേഹിക്കുന്ന, നീയും അനിയും നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. വീട്ടുകാരെ പേടിച്ചല്ലേ നീ ഇങ്ങനെ നടക്കുന്നത്? അനി നിന്നെ 10-30 കോളുകൾ വിളിക്കാറുണ്ടല്ലോ. ഒരു ദിവസം അനി ഒരു കോൾ വിളിക്കാതെ ഇരുന്നാൽ നിനക്ക് ഒരുപാട് സങ്കടമാകുമല്ലോ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തുഷാര പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജലജയാണെങ്കിൽ നബീയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീയും കുഞ്ഞും ഇവിടെ വന്നതിന് ശേഷം നിന്നെയും കുഞ്ഞിനെയും ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇപ്പോൾ അവിടെ ആദർശിൻ്റെയും കുഞ്ഞിനെയും വെച്ചുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും കളിപ്പിക്കുകയാണ് എന്ന്. അവരുടെ രീതി കാണുമ്പോൾ നിൻ്റെ കുഞ്ഞ് ഇവിടുത്തെ പുറമ്പോക്കാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ പറയുകയാണ്, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന്. അതിനുശേഷം നവ്യയുടെ അടുത്ത് ഓരോന്ന് കാര്യങ്ങളായിട്ട് ഇങ്ങനെ ജലജ പറഞ്ഞു കൊടുക്കുകയാണ്, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് ജലജ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അമ്മയും അച്ഛനും കൂടി നിന്നെയും കുഞ്ഞിനെയും ഇവിടെ എന്ത് സന്തോഷത്തിലൂടെയാണ് കൊണ്ടുവന്നാക്കി തന്നത്. ഇപ്പോൾ നീ അങ്ങോട്ട് വിളിച്ചു നോക്ക്, നിൻ്റെ വീടിപ്പോൾ മരണ വീടായിരിക്കും. അത്രയ്ക്കുള്ള ആദർശ് കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു നിമിഷം കൊണ്ട് അവരുടെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതായില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ പറയണം, അതൊക്കെ ശരിയാണ്. ആദർശിൻ്റെ കുഞ്ഞിന് തന്നെ ഇവിടെ പ്രാധാന്യം കാണും, നിൻ്റെ കുഞ്ഞിന് അത്രയ്ക്ക് പ്രാധാന്യമൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞ് നവ്യ കുത്തിത്തിരിപ്പിച്ച് ഉണ്ടാക്കി പറഞ്ഞുവിടുകയാണ്. നവ്യ ദേഷ്യത്തിൽ പോവുകയാണ്. അപ്പോൾ ജലജയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാവണം. ഇതുപോലെ നവ്യെ ഓരോന്നും പറഞ്ഞ് ചൂട് പഠിപ്പിച്ചാൽ തന്നെ നയനയും നവ്യ രണ്ട് വഴിക്ക് ആകുകയുള്ളൂ എന്നുള്ള രീതിയിലാണ്. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, മോളെ സ്കൂളിലൊന്നും പോകണ്ടേ, മോൾക്ക് പഠിച്ച് വലിയ ആളാവണ്ടേ, അച്ഛനെ പോലെയൊക്കെ ആവണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നവ്യ അവിടേക്ക് വരുന്നത്. മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവളെ മാത്രം വലിയ ആളാക്കിയാൽ മതിയോ? ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കുകയോ നോക്കുക പോലും നിങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, തല ഉറയ്ക്കാത്ത കുഞ്ഞുങ്ങളെയൊന്നും ഞാൻ എടുക്കാറില്ല, വസുന്ധര എടുക്കുന്നുണ്ടല്ലോ, അതുപോലെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവിടുത്തെ ചെറുമക്കളെയൊന്നും എടുക്കാറില്ലായിരുന്നു, അവരൊക്കെ പിച്ച വെച്ച് നടക്കുമ്പോൾ എൻ്റെ കൈ പിടിപ്പിച്ച് ഞാൻ നടത്തുകയാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ആ സമയത്തൊക്കെ മുത്തശ്ശൻ ഭയങ്കര തിരക്കായിരുന്നല്ലോ, ഇപ്പം മുത്തശ്ശൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, എന്നിട്ടും മുത്തശ്ശൻ ഇവൾക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ ചന്തുമോളടുത്ത് മോളെ അങ്ങോട്ട് പോയി കളിക്കുക എന്ന് പറഞ്ഞ് മോളെ അങ്ങ് പറഞ്ഞേക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി നവ്യയുടെ അടുത്ത് പറയുന്നതാണ്, കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനത്തെ സംസാരം ഇനി സംസാരിക്കരുത് എന്ന്. പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, മോളുടെ മനസ്സിൽ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു തരും, അതും കേട്ട് ഇങ്ങോട്ട് വരല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നവ്യ പറയണം, ഞാൻ ആരും പറയുന്നത് കേട്ട് ഇങ്ങോട്ട് വന്നതല്ല എന്ന്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന്. പിന്നീട് ആദർശിനോടുള്ള ദേഷ്യം മുഴുവനും മുത്തശ്ശനോട് നവ്യ പറയുന്നുണ്ടായിരുന്നേ. ആദർശേട്ടൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ ജീവിതം ഇല്ലാതാക്കുകയല്ലേ ചെയ്തതെന്ന് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നയനയ്ക്കില്ലാത്ത സങ്കടം മോൾക്ക് വരണ്ട എന്ന്. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, മോൾ ഒരിക്കലും ആദർശിനെ പഴിക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ നവ്യയ്ക്ക് ഒരുപാട് ദേഷ്യം വരികയാണ്. അയാൾ വലിയ തെറ്റാണ് ചെയ്തത്, എനിക്ക് എന്തായാലും അയാളെ വെള്ളം പൂശാനൊന്നും പറ്റത്തില്ല എന്ന്. ആദർശേട്ടൻ്റെ സ്ഥാനത്ത് അബിയായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ അബിയെ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ പറയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ആകെ ഒരു പേടി തോന്നുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ. അപ്പോൾ സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് മുത്തശ്ശനും മുത്തശ്ശിയും. ഇനി സത്യങ്ങൾ അറിഞ്ഞാൽ നവ്യ പോകുമോ എന്നുള്ള കാര്യത്തിൽ ടെൻഷൻ അടിച്ചാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. അവർക്ക് നവ്യയ്ക്ക് ഒരു മറുപടി കൊടുക്കാൻ കഴിയാതെ അവരെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം നവ്യ അവിടെ നിന്ന് പോവുകയാണ്. മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടി കൊടുക്കാനാ എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയണേ, ഇതിനൊന്നും മറുപടി കൊടുക്കാൻ നമ്മൾ നിൽക്കേണ്ട, അവൾ പറഞ്ഞത് കേട്ടില്ലേ, ആദർശിൻ്റെ സ്ഥാനത്ത് അബിയാണെങ്കിൽ അവൾ തള്ളിക്കളഞ്ഞിട്ട് അവളുടെ വീട്ടിൽ പോയേനെ എന്ന്. നമ്മളായിട്ട് ഇനി അതിനൊരു അവസരം ഉണ്ടാക്കണ്ട എന്നിങ്ങനെ പറയണേ. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, എന്നാൽ ഈ അബി എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അവനെ വളർത്തി ഇങ്ങനെ വഷളാക്കിയത് അവൻ്റെ അമ്മ തന്നെയാണ്, ഇനി അവൻ മാറാനൊന്നും പോകുന്നില്ല എന്ന്. തെറ്റ് ആദർശിൻ്റെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് അവനെ കുറ്റക്കാരനാക്കുകയാണ്. അവൻ ഈ കഥ എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാമെന്ന്. അവനെ എങ്ങനെ തളയ്ക്കണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാമെന്നിങ്ങനെ പറയണതിന് ശേഷമാണെങ്കിൽ നവ്യ റൂമിലേക്ക് വരുമ്പോൾ ചന്തുമോളാണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നവ്യയ്ക്ക് ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. നവ്യയാണെങ്കിൽ ചന്തുമോളെടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ അടുത്ത് ആരാ ഈ റൂമിലേക്ക് കയറാൻ പറഞ്ഞതെന്ന്. എന്നിട്ട് നവ്യ പറയുന്നുണ്ടായിരുന്നു, ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, നീ ഇനി ഈ റൂമിൽ കയറി എൻ്റെ കുഞ്ഞിനെ കാണുകയോ കളിപ്പിക്കുകയോ ചെയ്യരുത് എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നയന വരുന്നുണ്ടായിരുന്നു. നയന ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ചേച്ചി, അതൊരു കുഞ്ഞല്ലേ, കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇത് നിൻ്റെ കുഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എൻ്റെ മോനെ പോലെ നോക്കുമായിരുന്നു, പക്ഷേ ഇത് നിൻ്റെ കുഞ്ഞല്ലല്ലോ. നിൻ്റെ കുഞ്ഞായിരുന്നെങ്കിൽ ഞാൻ സ്നേഹിച്ചെങ്കിൽ, പക്ഷേ ഇവൾ നിൻ്റെ ജീവിതത്തിൽ ആണിയടിക്കാൻ വന്നവളാണ് എന്ന്. കുഞ്ഞിനെ കളിപ്പിക്കുന്ന ചന്തുമോൾക്ക് സന്തോഷമാണെന്നിങ്ങനെ പറയുമ്പോൾ നവ്യ പറയാണ്, എൻ്റെ കുഞ്ഞിനെ കളിപ്പിച്ച് അവളിങ്ങനെ ഇപ്പം സന്തോഷിക്കേണ്ട എന്ന്. ഇവളിനി ഒരിക്കലും എൻ്റെ റൂമിലും കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആദർശിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു നവ്യ.
അബിയുടെ അടുത്ത് ആദർശേട്ടനെ പുകഴ്ത്തി ഞാൻ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അബിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേടാവുകയാണ് എന്ന്. സത്യം പറഞ്ഞ അബിയാണ് കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷം ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ ചുറ്റി നടന്ന്. പക്ഷേ അയാൾ ചെയ്ത വലിയ തെറ്റുകളൊന്നും അബി ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നയനയാണെങ്കിൽ കൂടുതൽ സംസാരിക്കേണ്ട, നിർത്താനൊക്കെ പറഞ്ഞങ്ങ് നിർത്തിയാണ്. ഇത് കൂടുതൽ നീട്ടിക്കൊണ്ട് പോയി നമ്മൾ രണ്ടുപേരും പിണങ്ങണ്ടെന്നാണ് നയനയും പറയുന്നുണ്ടായിരുന്നത്. പിന്നീട് ആദർശിൻ്റെ അടുത്താണ് ചന്തുമോളെയും കൊണ്ടുപോകുന്നത്. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് നയന പറയുന്നുണ്ടായിരുന്നു, ചന്തുമോളെ അനന്തപത്മനാഭനെ കളിപ്പിക്കാൻ പോയതാണ്, അത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചേച്ചി ഒരുപാട് ചന്തുമോളെ ദേഷ്യപ്പെട്ടു എന്ന് പറയുകയാണ്. അതിനുശേഷം ചന്തുമോളെ മടിയിലെടുത്ത് വെക്കുകയാണ് ആദർശ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ മോളുടെ അച്ഛനാണ് ഞാനെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. എനിക്കിപ്പോൾ മോളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ചില സമയം ചേച്ചിയുടെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് തന്നെ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ആദർശ് നയനയുടെ അടുത്ത് പറയുകയാണ്, നീ ദേഷ്യമൊന്നും നവ്യയുടെ അടുത്ത് കാണിക്കേണ്ട, സഹതാപം മാത്രം കാണിച്ചാൽ മതി. അബിയും അപ്പച്ചിയൊന്നും എന്തായാലും നവ്യയുടെ അടുത്ത് നീതി പുലർത്താൻ പോകുന്നില്ല. അവരെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയണേ. എന്നിട്ട് ചന്തുമോളെയും കൊണ്ട് നമുക്ക് പുറത്ത് കറങ്ങാൻ പോയാലോ എന്ന് ആദർശ് ചോദിക്കുകയാണ്. നയനയുടെ അടുത്ത് റെഡിയാവാൻ പറയുകയാണ്. അതിനുശേഷം ചന്തുമോളെ കാണിക്കാൻ വേണ്ടി അനഘയുടെ അടുത്ത് പോവുകയാണ്. അനഘയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലേ. അനഘയുടെ അടുത്ത് നയന പറയുന്നുണ്ടായിരുന്നു, ചന്തുമോളെ കാര്യങ്ങൾ ഓർത്ത് അനഘ വിഷമിക്കേണ്ട, ചന്തുമോളെ ഞങ്ങൾ നല്ലതുപോലെ നോക്കാം. ഇനി അനഘ ചന്തുമോളുടെ അച്ഛൻ ആരാന്ന് ഞങ്ങളുടെ അടുത്ത് പറയുന്നു വേണ്ട, സത്യങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നെ പലരും കുറ്റം പറയുന്നുണ്ട്, എന്നാലും ഞാൻ അതൊന്നും കാര്യമാക്കി എടുക്കുന്നില്ല. ഞങ്ങളുടെ മകളായിട്ട് തന്നെ ചന്തുമോൾ വളരും എന്ന്. ഇനിയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ചന്തുമോൾ നമ്മളുടെ സ്വന്തം മകൾ തന്നെയായിരിക്കും. ചന്തുമോളെക്കുറിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട എന്നിങ്ങനെ ആദർശ് അനഘയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നേ. നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അനഘയ്ക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ പാവത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന് അവിടെ നിൽക്കുന്ന ചേച്ചിയുടെ അടുത്ത് നയന പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചന്തുമോളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, മോൾ കുറച്ച് നേരം അമ്മയുടെ അടുത്ത് ഇരിക്കുകയെന്ന് പറയുകയാണേ. നിങ്ങൾ കുറച്ച് നേരം പുറത്ത് നിൽക്കാമെന്ന് പറയണേ. അതിനുശേഷം ചന്തുമോളെയും കൊണ്ട് ആദർശ് ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുക്കുകയാണേ. മോൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകണം, അത് പോരാഞ്ഞിട്ട് മോൾക്ക് ടോയ്സും വാങ്ങിക്കണം. മോൾക്ക് മാത്രമല്ല, മോൾക്കൊരു അനിയനും കൂടെ ഉണ്ടല്ലോ, അനിയനും ടോയ്സ് വാങ്ങിക്കണം. അതിനുശേഷം രണ്ടുപേരും കൂടി നല്ല രീതിയിൽ കളിക്കണേ എന്നൊക്കെ പറയുകയാണ് ആദർശ്. എന്നിട്ട് ചന്തുമോളുടെ അടുത്ത് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മേനെ കണ്ടപ്പോൾ മോൾക്ക് സന്തോഷമൊക്കെ ആയില്ലേ എന്ന്. ഇനി വിഷമമൊന്നും വേണ്ട, മോൾക്ക് ഇനി അച്ഛനും അമ്മയായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണേ. പിന്നീട് നവ്യയാണെങ്കിൽ മുടിച്ചീക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ അഭി വന്നിട്ട് ചോദിക്കുകയാണ്, സുന്ദരി ആവാൻ പോവുകയാണോ എന്ന്. അപ്പോൾ നവ്യ പറയണേ, അങ്ങനെയൊന്നും ഇല്ലയെന്ന്. ഞാനിവിടെ നിന്ന് പോയതിന് ശേഷം നീ തടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അഭി പറയണേ, നീ തടിച്ചിട്ടൊന്നുമില്ല, അതുപോലെ തന്നെയാണ് ഇരിക്കുന്നതെന്ന്. നിനക്ക് 10-25 വയസ്സല്ലേ ഉള്ളൂ, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊന്നും ആരും പറയത്തില്ല എന്ന് പറയണം. അപ്പോൾ നവ്യ പറയണേ, നീ എന്നെ അത്രയ്ക്കൊന്നും സൂചിപ്പിക്കണ്ട എന്ന്. പിന്നീട് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കാമെന്നല്ലേ പറഞ്ഞ, അതൊക്കെ എന്തായെന്ന്. അപ്പോൾ അഭി പറയാണ്, അതൊന്നും ആയിട്ടില്ല എന്ന്, അതൊക്കെ ആദർശല്ലേ തീരുമാനിക്കാനുള്ളതെന്ന്. നവ്യ അബിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ ട്രസ്റ്റിലെ അങ്ങാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ പിന്നീടൊക്കെ അല്ലേ കിട്ടുകയുള്ളൂ എന്ന്. ഈ മുത്തശ്ശൻ്റെ കാലം കഴിഞ്ഞാൽ നമുക്ക് വല്ലതും കിട്ടുമെന്ന് പറയാനും പറ്റത്തില്ല എന്ന്. എല്ലാത്തിൻ്റെയും തലപ്പത്ത് ഇപ്പോൾ ആദർശല്ലേ ഇരിക്കുന്നതെന്ന് ആദർശിൻ്റെ അടുത്താണെങ്കിൽ നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ടാണ് നവ്യ ഇങ്ങനെയൊക്കെ ആദർശിനെ പറയുന്നത്. നവ്യ അബിയുടെ അടുത്ത് പറയുകയാണ്, എന്തായാലും നീ മുത്തശ്ശൻ്റെ അടുത്ത് സംസാരിക്കണം. ഇവിടെ പലർക്കും പല നിയമമായാൽ ശരിയാവില്ലല്ലോ, നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞും കൂടി ഉള്ളതാണ്. എന്തായാലും ആ ബ്രാഞ്ചിൻ്റെ ചുമതല നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി മുത്തശ്ശൻ്റെ അടുത്ത് നീ പറയണം. അപ്പോൾ അബി നവ്യയുടെ അടുത്ത് പറയുകയാണ്, എന്തായാലും ഞാൻ പറഞ്ഞ മുത്തശ്ശൻ അതൊന്നും കേൾക്കത്തില്ല. ഇനി നീ വേണം മുത്തശ്ശൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. നമുക്കിപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആയതല്ലേ, അതുകൊണ്ട് നീ തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് സംസാരിക്കണം എന്നപ്പോൾ നവ്യ പറയുകയാണ്, ഞാനും മുത്തശ്ശൻ്റെ അടുത്ത് ഇതൊക്കെ സംസാരിക്കണമെന്ന് തന്നെ വിചാരിച്ചത്. പക്ഷേ മുത്തശ്ശൻ്റെ അടുത്ത് പോകുമ്പോൾ ഇതൊക്കെ സംസാരിക്കാൻ ഒരു പേടി. പേടിച്ചിട്ടൊന്നും കാര്യമല്ല, പറയേണ്ടത് മുത്തശ്ശൻ്റെ അടുത്ത് പറയണമെന്ന് പറയണം. അപ്പോൾ നവ്യ പറയണേ, എന്നാൽ പിന്നെ നീയും കൂടി വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് അബീനെയും വിളിച്ചുകൊണ്ട് നവ്യ പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.